നിങ്ങൾ ആരോടെങ്കിലും അങ്ങനെ ക്ഷമിക്കാൻ കഴിയാതെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവിടെയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇങ്ങനൊരു വാക്യം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ദുഃഖിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ എന്ത് കാരണം കൊണ്ടാണ് പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ നമ്മുടെ ചില മനോഭാവങ്ങൾ തന്നെയാണ്, സം ഓഫ് അവർ ആറ്റിറ്റ്യൂഡ്സ് മേ ഗ്രീവ് ദ ഹോളി സ്പിരിറ്റ്. അങ്ങനെയെങ്കിൽ വിച്ച് ആർ ദോസ് ആറ്റിറ്റ്യൂഡ്സ്? ആ മനോഭാവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്കെങ്ങനെ അറിയാം പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നുണ്ടോ എന്ന്? അതാണ് ആദ്യത്തെ ചോദ്യം. ആരാധനയിലൊരു സന്തോഷമില്ല, ആരാധിക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഡ്രൈനെസ് ഇൻ പ്രെയർ, എനിക്ക് പ്രാർത്ഥനാ ജീവിതം വളരെ വരണ്ടതായിട്ട് തോന്നുന്നു. എൻ്റെ ഉള്ളിലൊരു ഹെവിനെസ് ഇൻ മൈ സ്പിരിറ്റ്, എൻ്റെ ഉള്ളിലൊരു എന്താ പറയുന്നത്, ഹെവിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഭാരം. ചിലപ്പോൾ പറയല്ലേ, എനിക്കിവിടെ ഒരു 5 കിലോ ഭാരം വെച്ചതോ അല്ലേ, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഞാനൊരു ഭാരവും കൊണ്ട് നടക്കുന്നു. ഇതിനുള്ള കാരണം ദൈവം നമ്മളെ വിട്ടു പോയതല്ല, ചിലപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയം ദൈവത്തെ വിട്ടു പോകുന്നതാണ്. നല്ലോണം ഓർക്കണം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. പക്ഷെ നമ്മൾ ദൈവത്തെ വിട്ടിട്ട് പോകും. നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ പിടിച്ച് കയ്യിലങ്ങ് പിടിക്കും, പക്ഷെ അവർ നമ്മുടെ കൈ വിട്ടേച്ച് ഓടിപ്പോവും. പക്ഷേ നമ്മളെന്ത് ചെയ്യും? ചില സമയത്തൊന്ന് ബലപ്പിച്ചൊന്ന് പിടിക്കും. ഇതുപോലെ നമ്മളും കർത്താവിൻ്റെ കരത്തിൽ നമ്മൾ പിടിക്കുകയാണോ, കർത്താവ് നമ്മുടെ കരത്തിൽ പിടിക്കുകയാണോ? ആലോചിച്ച് നോക്കിയേ, അല്ലേ? അപ്പം നമ്മൾ പലപ്പോഴും വിട്ടിട്ട് പോകുന്നതാണ് പ്രശ്നം. അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വചനം പറയുന്നത് പരിശുദ്ധാത്മാവ് എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചാൽ വേർ ഹീ ഈസ് വെൽക്കംഡ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ അതുപോലെ നമ്മൾ സ്വാഗതം ചെയ്യാറുണ്ടോ? വേർ ഈസ് ഓണേർഡ്, നമ്മൾ ബഹുമാനിക്കാറുണ്ടോ? ആൻഡ് വേർ ഹീ ഈസ് ഒബെയ്ഡ്, എവിടെയൊക്കെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നുണ്ട്, അല്ലേ? അനുസരിക്കുന്നവരുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവെന്നാ, അല്ലേ? കാത്തിരിക്കുന്നവരുടെ മേലെന്നല്ല, അനുസരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവെന്നൊരു വാക്യമുണ്ട്. പലപ്പോഴും നമ്മൾ അത് പറയാറില്ല. അപ്പം ഇവിടെ നമ്മുടെ ജീവിതത്തിലെ ഏത് മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതെന്നറിയാമോ? ഒന്നാമത്തെ മേഖല, വേർ ദർ ഈസ് ബിറ്റർനെസ് ആൻഡ് അൺഫോർഗീവ്നെസ്. എന്താണ്? എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കയ്പോ എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെയാണ് പരിശുദ്ധാത്മാവ് ആദ്യമേ ദുഃഖിക്കുന്നത്. ഏതാണ് ആ വാക്യം? എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-31 വാക്യം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-31 വാക്യം. ഏതാണ് ആ വാക്യം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. കേട്ടോ, നമ്മളെ മുദ്രയിട്ട് വെച്ചിരിക്കുക. എന്തിനു വേണ്ടി? എന്നത്തേക്ക് വേണ്ടി? വീണ്ടെടുപ്പ് നാളിനായിട്ട്, അല്ലേ? നമ്മളെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാമ്പ് അടിച്ച് വിട്ടിരിക്കുക. അത് പരിശുദ്ധാത്മാവിലാണ്. ആ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. അടുത്ത വാക്യം, എല്ലാ കയ്പും കോപവും എല്ലാ കയ്പും, ഏതൊക്കെ തരത്തിലുള്ള കയ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടോ. അടുത്തത് കോപവും ക്രോധം കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. കണ്ണാടി വാങ്ങിക്കാൻ സമയമായ ഒരു കണ്ണാടി വാങ്ങിച്ചു കൊടുക്കാമെന്ന്. ഓക്കെ, സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അപ്പം ഇവിടെ അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, എന്തുകൊണ്ടായി കയ്പ്, എന്തുകൊണ്ടായി കോപം? വൈ ആർ യു ഗെറ്റിംഗ് ആംഗ്രി വിത്ത് സമ്മൺ? വൈ ആർ യു ബിറ്റർ ടുവേർഡ്സ് സമ്മൺ? ദർ ഇസ് ഓൺലി വൺ റീസൺ, യു ഹാവ് അൺഫോർഗിവ്നെസ് ടുവേർഡ് ദം. അവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത എന്തോ നിങ്ങളുടെ മനസ്സിലുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും അങ്ങനെ ക്ഷമിക്കാൻ കഴിയാതെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവിടെയാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുമ്പോൾ ഓർത്തോണം, അതിന് കാരണം എൻ്റെ ആരോടോ ഉള്ള ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പറയും. അപ്പം ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ എന്ന് പറഞ്ഞത് ഇറ്റ്സ് നോട്ട് മിയർലി ഇൻ ഇമോഷണൽ പെയിൻ. എൻ്റെ മനസ്സിലൊരു സങ്കടമൊക്കെ ഉണ്ട്,
പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ഫൊർഗീവ്നെസ്, അതായത് ഒരാളോട് ക്ഷമിക്കുമ്പം അയാൾ എന്നോട് തെറ്റ് ചെയ്തതിനെ ഞാനങ്ങ് ഡിനൈ ചെയ്യല്ല. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയല്ല. അയാൾ തെറ്റ് ചെയ്തു, എന്നെ ഉപദ്രവിച്ചു, എന്നെ നോവിച്ചു, എനിക്ക് നഷ്ടം വരുത്തി, എനിക്ക് കഷ്ടം വരുത്തി, എനിക്ക് മാനഹാനി ഉണ്ടാക്കി, കാര്യമൊക്കെ ശരിയാ. പക്ഷേ അവിടെ ആ തെറ്റ് ശരിയാണ്. ഒരാൾ എനിക്കെതിരെ തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തോട് സങ്കടം വന്നത്. പക്ഷേ ഞാൻ ക്ഷമിച്ച് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? യു ആർ റിലീസിങ് ജഡ്ജ്മെൻറ്റ് ടു ഗോഡ്. എന്താണ്? അതിൻ്റെ വിധി പ്രസ്താവിക്കുവാനുള്ള അവകാശം ആർക്ക് വിട്ടുകൊടുക്കുക? ഇപ്പം നമ്മൾ സാറിന് പറയാറില്ല, വിശ്വാസികളും വാഗൊണ്ട് പറയാറില്ല, അവൻ്റെ തലയിൽ അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ, കൃത്യം നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ. അവൻ്റെ തലയിൽ, ഐസക് ന്യൂട്ടൻ്റെ തലയിൽ വീണുള്ള ആപ്പിൾ വീഴണേ നല്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിച്ചത്. നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വന്നത് ഇടുത്തി, കണ്ടോ? അപ്പം നിങ്ങൾ ഇടുത്തി വീഴണേ എന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പലരുടെയും തലയെ ഇടുത്തി വീഴണേ എന്ന് പറഞ്ഞാണ് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇവിടെ ഓർക്കണം, ഇഫ് യു റിലീസ്, ഈ പറഞ്ഞ പോലെ ഇറ്റ് റിലീസസ് ജഡ്ജ്മെൻറ്റ് ടു ഗോഡ്. റോമാലേഖനം 12:19 അവിടെ ഒരു വാക്യമുണ്ട്, പ്രതികാരം എനിക്കുള്ളത്, ഐ വിൽ റീപേ സേസ് ദ ലോർഡ്. അപ്പം അഥവാ നിങ്ങൾക്ക് ഇനിയും വെഞ്ചൻസ് ചെയ്തേ പറ്റുമെങ്കിൽ ദയവേത് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നേ, നിങ്ങൾ ചെയ്താൽ അത് പറ്റത്തുമില്ല. ബെറ്റർ, ഗോഡ് നോസ് വെൽ. ദൈവത്തിന് നന്നായിട്ട് കൊടുക്കുക അറിയാം, അല്ലേ? ഇടുത്തി എന്തായാലും നിങ്ങൾക്ക് വീഴ്ത്താൻ പറ്റത്തില്ല, ദൈവത്തിനല്ലേ വീഴ്ത്താൻ പറ്റൂ. അതങ്ങ് ദൈവത്തെ ഏൽപ്പിക്കുക എന്തായാലും, അല്ലേ? പ്രതികാരം അങ്ങ് ദൈവത്തിന് വിട്ടുകൊടുക്കുക, നിങ്ങൾ ചെയ്യാൻ നടക്കല്ലേ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പ്രതികാരം ചെയ്ത് തൃപ്തി വന്നവരൊന്ന് കൈപോക്കിക്കേ. ആലോചിച്ച് നോക്കിയാൽ, വീട്ടിൽ വന്ന് കയറിയ കാലം തൊട്ട് മരുമോളോട് പ്രതികാരം, മരുമോളാണെങ്കിൽ വന്ന് കയറിയതിൻ്റെ അടുത്ത ദിവസം തൊട്ട് അമ്മായിയമ്മയോട് പ്രതികാരം. ഈ ചെയ്ത് ഒരു ജീവിതവും ഒരു ആയുസ് മൊത്തം ചെയ്തിട്ട് ഇതുവരെ തൃപ്തിയായോ? എൻ്റെ മരുമോളാണ് ഞാൻ പാഠം പഠിപ്പിച്ചെന്ന് പറഞ്ഞ അമ്മായിമാരെന്ന് കൈപോക്കിക്കേ. ഇല്ലല്ലോ. നിങ്ങൾക്ക് ഇപ്പോഴും അങ്ങോട്ട് തൃപ്തിയായാലും ഇനി ചെന്നിട്ട് വേണം കൊടുക്കാൻ. ആലോചിച്ച് നോക്കി, എത്ര നാളാണ് നിങ്ങളിങ്ങനെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനതാ പറഞ്ഞത്, ലീവ് ഇറ്റ് ടു ഗോഡ്, അല്ലേ? കാര്യം ദൈവം പറയുന്നത് ഇങ്ങോട്ട് വിട്ടേരെ, അത് ഞാൻ ചെയ്തോളാം. ഇന്ന് അത് തന്നെ ഒരു വലിയ ആശ്വാസമല്ലേ? കർത്താവ് എന്നെ കൊണ്ട് പ്രതികാരം ചെയ്യാൻ പറ്റുന്നില്ല, അതങ്ങ് ദൈവത്തിന് വിട്ടു കൊടുക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ദൈവത്തിന് വിട്ടുകൊടുക്കുന്നത്? നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ക്ഷമിക്കുമ്പം അതങ്ങ് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇത് പ്രശ്നം, ക്ഷമിക്കാൻ പറ്റത്തില്ല, അല്ലേ? ദൈവം ഒന്ന് പ്രതികാരം ചെയ്താൽ ഞാൻ ക്ഷമിക്കാം. ഇല്ല, നിങ്ങൾ ക്ഷമിച്ചാൽ ദൈവം പ്രതികാരം ചെയ്യും. ഇതിപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? ദൈവം പ്രതികാരം ചെയ്യും, ദൈവം നീതിമാനാണ്, ദൈവം അതിൻ്റെ വഴിക്ക് ചെയ്തോളും. പക്ഷെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്തേക്കണം? ക്ഷമിച്ചേക്കണം. ഇനി ഈ വെൻ ഫോർഗിവ്നെസ് ഈസ് വിത്ത്ഹെൽഡ്, നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ക്ഷമിക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? പ്രെയർ, യു ലൂസ് ഫ്രീഡം ഇൻ പ്രെയർ. നിങ്ങളുടെ പ്രാർത്ഥനയെ പിന്നെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല. മർക്കോസ് 11:25 മർക്കോസ് 11:25 ഒന്ന് പെട്ടെന്ന് വായിച്ചു തരണേ. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പിൻ. അപ്പം പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ പറയുന്നത് കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാമെന്ന് ബൈബിളിൽ വാക്യമില്ല. ഇനി അതും കൂടെ പറഞ്ഞേക്കാം, കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ എവിടെ വാക്യം? ഇപ്പം നിങ്ങൾക്ക് കുറേ പേര് സമാനമായി. കാരണം നിങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണും തുറന്നിങ്ങനെ മെഴുമെഴായിരിക്കുന്ന കാണാറുണ്ട്. നമ്മളിത് ബൈബിളിൽ പറയാത്തൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ എന്തോ ഒരു, പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണെന്നറിയാം? പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പം നിങ്ങൾക്ക് വല്ലവരോടും വല്ലതും ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ടേ പ്രാർത്ഥിക്കാവുന്ന, അത് വയ്യ. കണ്ണുകൾ അടയ്ക്കാം, തലകളെ വണക്കാം, അതല്ല പറഞ്ഞിരിക്കുന്നത്. ആരോടെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, എന്നിട്ടേ പ്രാർത്ഥിക്കാവൂ. ഓക്കെ, അപ്പം പ്രെയർ ലൂസസ് ഫ്രീഡം. അടുത്തത്, ലവ് ഗ്രോസ് കണ്ടീഷണൽ. എൻ്റെ സ്നേഹം പിന്നെ കണ്ടീഷൻ വയ്ക്കുകയാണ്, വ്യവസ്ഥ വയ്ക്കുകയാണ്. മത്തായി 6:14-15 വായിച്ചേ. മത്തായി 6:14-15, മാത്യു 6:14-15. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങളോട് ദൈവം ക്ഷമിക്കണമല്ലേ? ക്ഷമിക്കണം. അതെങ്ങനെയാണ് ക്ഷമിച്ച് കിട്ടുന്നത്? മനുഷ്യരോട് നിങ്ങൾ ക്ഷമിക്കണം. ഇനി അടുത്ത വാക്യം,
നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. കണ്ടോ, നമ്മുടെ പിഴകളെ ദൈവം ക്ഷമിക്കണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം, നമ്മുടെ പ്രാർത്ഥനയും അതാ. പക്ഷേ അത് ക്ഷമിക്കണമെങ്കിൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താണ്? നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം. ക്ഷമിച്ചില്ലെങ്കിൽ ദൈവവും ക്ഷമിക്കത്തില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ബിറ്റർനെസ്, ഈ കയ്പ് നമ്മൾ കൊണ്ട് നടന്നാൽ നമ്മൾ ശരിക്കും നമ്മളാണ് ബന്ധിതരായിരിക്കുന്നത്. അതിങ്ങനെ ഇംഗ്ലീഷിൽ വേണം ഇങ്ങനെ പറയാം, ബിറ്റർനെസ് ഇംപ്രിസൻസ് ദ വൺ ഹൂ ക്യാരീസ് ഇറ്റ്. ആർ യു ക്യാരിങ് ബിറ്റർനെസ്? യു ആർ ഇംപ്രിസൻഡ്. നിങ്ങളെന്താണ്? പൂജപ്പരയിലല്ല കിടക്കുന്നത്, പക്ഷേ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ എന്താണ് അവസ്ഥ? നിങ്ങൾ തടവുകാരനാണ്. ആരുടെ തടവുകാരൻ? കയ്പിൻ്റെ തടവുകാരൻ. ഓക്കെ, കയ്പിൻ്റെ തടവുകാരൊക്കെ ഒന്ന് കൈപൊക്കി. നിങ്ങൾ പൂജപ്പരയല്ല താമസിക്കുന്നത്, വീട്ടിലാണ്. പക്ഷേ ആരാണ് നിങ്ങൾ? തടവുകാർ. ആരുടെ തടവുകാർ? കയ്പിൻ്റെ തടവുകാർ. നിങ്ങൾ കരുണ കാണിച്ചാലുള്ള ഗുണം എന്താണ്? ഇഫ് യു ഷോ മേഴ്സി, ഇറ്റ് റിലീസസ് ബോത്ത് ദി ഒഫൻഡർ ആൻഡ് ദ വൂണ്ടഡ് ഹാർട്ട് ഇൻ ടു ഗോഡ്സ് ജസ്റ്റിസ്. നിങ്ങളങ്ങ് ക്ഷമിച്ചിരുന്നെങ്കിൽ, കരുണ കാണിച്ചങ്ങ് ക്ഷമിച്ചു വിട്ടെങ്കിൽ, നിങ്ങളെ ഒഫൻഡ് ചെയ്ത ആളിനോട് നിങ്ങൾ ക്ഷമിച്ചു. മാത്രമല്ല, നിങ്ങളുടെ ഈ മുറിഞ്ഞ ഹൃദയത്തിനും ദൈവത്തിൻ്റെ നീതി നിങ്ങൾക്ക് കിട്ടും. ഇതിങ്ങനെ മുറിഞ്ഞിരിക്കുക. ഞാൻ രാവിലത്തെ സർവീസ് പറയായിരുന്നു, ഈ തമിഴിൽ പറയും എരിഞ്ഞ്. അത് തമിഴിയാകുമ്പോൾ നല്ല തമിഴ് ഭാഷയ്ക്ക് നല്ല ഗുണമുണ്ട്, നല്ല നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അവഴ് എടാ ഒന്നെ പാത്താല മൂഞ്ച പാത്താല എറിയതടാ കണ്ട, ഇത്രയും എഫക്റ്റ് മലയാളത്തിൽ പറഞ്ഞാൽ വരത്തില്ല. നമുക്കിങ്ങനെ ഓരോരുത്തരെ കാണുമ്പം ഇങ്ങനെ എരിഞ്ഞ് നീറി പുകഞ്ഞ് ഇരിക്കുക. ഇതൊന്ന് കരുണ കാണിച്ചൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അയാളും രക്ഷപ്പെടും, എൻ്റെ ഉള്ളിലെ ഈ അസിഡിറ്റിയും. എന്താണ്? എന്തെങ്കിലും കഴിക്കുമ്പോൾ എന്താണ്? ബ്ലോട്ടിങ്. പിന്നെന്താണ്? അതുകൊണ്ട് എന്താണ്? അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ ഉള്ള വയറിൻ്റെ ഗുളികകളും മരുന്നുകളും എല്ലാം ഇഷ്ടം പോലെ അവൻ പൈസ ഉണ്ടാക്കി. അവൻ ഒരു കൊച്ചു മെഡിക്കൽ ഷോപ്പ് ഇട്ടാണ്, ഇപ്പോൾ 2 കടയാണ്. അസുഖം കൂടിയതല്ല, എരിഞ്ഞ് അല്ലേ. ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഈ എരിവ് അങ്ങ് പോയേനെ. ഈ അസിഡിറ്റിയും ബേണിങ്ങും ഹാർട്ട് ബേണും ഒക്കെ പോകാൻ സത്യം പറഞ്ഞാൽ ഗ്യാസ്ട്രോ അടുത്തല്ല പോകേണ്ടത്, അങ്ങ് ക്ഷമിച്ച് വിട്ടാൽ മതിയായിരുന്നു. ഓക്കെ, മനസ്സിലായില്ലല്ലേ? അത് മതി. ഓക്കെ, ഇതിനകത്ത് ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ, ഒരു ആത്മീയ തത്വമുണ്ട്. നിങ്ങളൊന്നും കുറിച്ചില്ലെങ്കിൽ ഇതൊന്ന് കുറിച്ചേക്ക്. യു കനോട്ട് ക്യാരി റിസൻമെൻറ്റ് ആൻഡ് ക്യാരി ഗോഡ്സ് പീസ് അറ്റ് ദ സെയിം ടൈം. നിങ്ങളൊരാളോട് നീരസം ഉള്ളിൽ വെച്ചുകൊണ്ട് ഹൃദയത്തിൽ ഒരു ഭാഗത്ത് നീരസവും അതേ ഹൃദയത്തിൽ തന്നെ ദൈവത്തിൻ്റെ സമാധാനവും ഒന്നിച്ച് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ. ഏതേ പറ്റത്തുള്ളൂ? ഒന്നുകിൽ നീരസവും അമർഷവും വെറുപ്പും ദേഷ്യവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ എന്ത് വയ്ക്കാം? ദൈവസമാധാനം, സർവബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ഇനി നെഞ്ചിലോട്ടൊന്ന് കൈവച്ചേ. ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ടീന സ്റ്റെത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്ന് വെച്ച് നോക്കാമോ? എന്തൊക്കെയാണ് വെച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ഇരിക്കുന്നതെന്ന്. ഇവിടെ വെച്ച് നോക്കുമ്പോൾ നീരസം, ഇവിടെ വെച്ച് നോക്കുമ്പോൾ കയ്പ്, ഇവിടെ വയ്ക്കുമ്പോൾ എവിടെയാത്ത ദൈവസമാധാനം മാത്രം ഹൃദയത്തിലില്ല. ഇന്ന് ദൈവസമാധാനം ഹൃദയത്തിലില്ലാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പകരം അവിടെ കയറിയിരിക്കുന്ന ഈ പറഞ്ഞ സാധനങ്ങൾ എന്തുവാണ്? ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുക, അതങ്ങ് വിട്ടേക്ക്. എങ്ങനെ വിടണം? റിലീസ് ദം. അവരെ അങ്ങ് ക്ഷമിച്ച് വിട്ടേക്ക്. അവരെ ക്ഷമിച്ച് വിട്ടേക്ക്. നിന്നോട് ദൈവം ഇത്രയും ക്ഷമിച്ചില്ലേ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവൻ ഇച്ചിരേ ഉള്ളൂ, നിന്നെ ഒഫൻഡ് ചെയ്ത് ഇച്ചിരേ ഉള്ളൂ. അതെന്ത് ചെയ്തേക്കണം? അതങ്ങ് വിട്ടേ. അല്ലാതെ അവൻ്റെ കൊങ്ങായ്ക്ക് പിടിച്ച് ഞെക്കരുത്. അത് യേശു പറഞ്ഞൊരു കഥയാണ്, സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. രണ്ടാമത്തെ വിഷയം, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന രണ്ടാമത്തെ വിഷയം, പെർസിസ്റ്റൻറ്റ് സിൻ വിത്തൗട്ട് റിപ്പൻറ്റൻസ്. അതായത് മാനസാന്തരപ്പെടാതെ അല്ലെങ്കിൽ അനുതപിക്കാതെ പാപത്തിൽ വീണ്ടും തുടരുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അതായത് ഒരിക്കലും ഒരു മാനസാന്തരമില്ല, ഒരിക്കലും ഒരു കുറ്റബോധമില്ല, ഒരിക്കലും ഒരു പശ്ചാത്താപവും അനുതാപവും ഇല്ല. നിരന്തരം ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ചെയ്യുന്ന ഏത് കാര്യം, പാപം, നിരന്തരം അത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താലുള്ള കുഴപ്പം, നമ്മുടെ അകൃത്യം നമ്മളെയും ദൈവത്തെയും തമ്മിൽ
ഏഷ്യ 59:2 അതല്ലേ പറയുന്നത്? ഐസിയ 59:2. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നിരിക്കുന്നു. അതിന് നമ്മൾ പറയുന്നൊരു ന്യായം ദൈവത്തിൽ നിന്ന്, ദൈവം ആകുന്നതല്ല, നമ്മളാകുന്നതാണ്. എങ്ങനെയാണ് നമ്മളാകുന്നത്? നമ്മൾ ചെയ്ത ചില അകൃത്യം അത് ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ഇവിടെ ഈ അനുദപിച്ച് മടങ്ങി വരിക അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞത് അതൊരു ഇപ്പം ഈ പ്രസംഗം കേട്ട് കഴിയുമ്പം നമ്മൾ എഴുന്നേറ്റ് ഒരു ഓൾട്ടർ കോൾ എന്ന് പറയണ്ട, ഒരു കമ്മിറ്റ്മെൻറ്റ് ടൈം കൊടുത്താൽ നിങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? വളരെ കാര്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് കണ്ണീരോടുകൂടെ എന്ത് ചെയ്യും? കർത്താവേ, ഞാൻ എല്ലാ കയ്പും എല്ലാം കർത്താവ് ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു. വേണേൽ രണ്ടുള്ളിൽ കണ്ണീരും കുടുങ്ങി വരും അല്ലേ? അതായത് നല്ല ഇമോഷണലായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് അനുദപിച്ച് അങ്ങ് പോകും. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, റിപ്പൻറ്റൻസ് ഇസ് നോട്ട് ഇമോഷൻ അലോൺ. ഇന്നത്തെ പ്രശ്നം നമ്മുടെ റിപ്പൻറ്റൻസ് ഇസ് മിയർ ഇമോഷൻ. അതായി പ്രശ്നം. ഇറ്റ്സ് എ ചേഞ്ച് ഓഫ് ഡയറക്ഷൻ. എന്താണ് റിപ്പൻറ്റൻസ്? മനം തിരിയുക. അതായത് ഇനി ആ ചെയ്ത കാര്യം ചെയ്യത്തില്ല. നമ്മുടെ സദൃശവാക്യം 28-ാം അധ്യായം 13-ാം വാക്യം, വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഇതൊക്കെ. സദൃശവാക്യം പ്രോവേർബ്സ് 28:13, 28:13. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ലംഘനങ്ങളെ മറച്ചു വെച്ചാൽ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല. പകരം അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമെങ്കിലോ കരുണ ലഭിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ്, ഇന്ന് ഇത് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ഏറ്റുപറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏറ്റുപറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? അടുത്ത വീട്ടിലോട്ട് ചെല്ലുമ്പം ഈ ആരോടാണോ ഈ അമ്മായിമ്മ തന്നെ വീട്ടിൽ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് എന്നുള്ളതൊന്നും അമ്മായിമ്മയ്ക്ക് അറിയത്തില്ല. അമ്മായിമ്മ ഓൺലൈൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലോ. അല്ലെങ്കിൽ നിങ്ങളിവിടെ ഇരുന്നുകൊണ്ട് വിളിച്ച് പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടെ അമ്മച്ചി, ഞാൻ ഇനി അങ്ങോട്ട് വരുമ്പം എന്നോട് പഴയ പോലെ ഒന്നും പെരുമാറരുത്, ഞാൻ നമ്മുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് നല്ല കുട്ടിയായിട്ട് വരികയാണ് എന്നങ്ങാനും ഒന്ന് പറഞ്ഞിട്ട് ചെല്ലണം അല്ലേ? അതിൻ്റെ അർത്ഥം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ? നിങ്ങളുടെ പഴയ അവസ്ഥകൾ ചിലപ്പം പഴയത് തന്നെ ആയിരിക്കും. പക്ഷേ ഇനി ഞാൻ കോപിക്കത്തില്ല, ഇനി ഞാൻ കയ്പോടെ പെരുമാറത്തില്ല, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്നൊരു തീരുമാനമെടുത്തത് നടപ്പിൽ വരുത്തണം. ഇവിടെ വെച്ച് എഴുന്നേറ്റ് നിന്ന് കണ്ണീരോടുകൂടി അനുദപിച്ച് പ്രാർത്ഥിച്ച് ക്ഷമ ചോദിച്ചിട്ട് കാര്യമില്ല. അടുത്ത ആ സാഹചര്യം മുന്നിൽ വരുമ്പോൾ, ആ വ്യക്തി മുന്നിൽ വരുമ്പോൾ അല്ലേ, അവിടെ എന്ത് ചെയ്യണം? കർത്താവേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ ക്ഷമ ചോദിച്ച് വിട്ട കാര്യമാണ്, ഇനി ഞാനത് ചെയ്യത്തില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടേ നിങ്ങൾ ഇവിടെ നിന്ന് പോകാവൂ പ്രിയപ്പെട്ടവരെ അല്ലേ? ഇവിടെ യാക്കോബിൻ്റെ തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-12 കൂടെ വായിക്കാം. ടൈറ്റസ് 2:11-12. തീത്തോസ് 2:11-12 ദൈവകൃപയെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ, രക്ഷയ്ക്ക് കാരണമായ, രക്ഷിക്കുന്ന ദൈവകൃപ ഉദിച്ചുവല്ലോ. അടുത്തത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടാണ് അവിടുത്തെ ഹൈലൈറ്റ്. രാവിലെ തൊട്ടേ നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കാത്തുകൊണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ചുമന്ന പശുക്കുട്ടിയുടെ, ഇസ്രായേലിലെ യെരുശലേമിൽ ചുമന്ന, നിങ്ങൾ കുറേ പേര് ആലോചിക്കുക എന്താണ് ഈ ചുമന്ന പശുക്കുട്ടി? നിങ്ങൾ നല്ല ചുമന്ന ബീഫ് പെരട്ട് അറിയാം, ഇത് ചുമന്ന പശുക്കുട്ടി. ശരി, ചുമന്ന പശുക്കുട്ടിക്കായിട്ടല്ല നമ്മൾ കാത്തിരിക്കുന്നത്, നമ്മുടെ രക്ഷകൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ഈ ആദെന്നുള്ളത് അടിവരയിട്ടെ. ഈ ആദ് ഏതാ? അത് ദൈവകൃപ. അപ്പം ദൈവകൃപ നമ്മളെ എന്ത് ചെയ്യും? ശിക്ഷിച്ചു വളർത്തുന്നു. ഈ ദൈവകൃപ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മളെ എന്ത് ചെയ്യും? ഡിസിപ്ലിൻ ചെയ്യും. ഇന്ന് ആരോ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു, ദൈവകൃപ ഒരിക്കലും നമ്മളെ ശിക്ഷിക്കുക. അയ്യേ, അതല്ല ദൈവകൃപ. ദൈവകൃപ നമ്മളിങ്ങനെ പാമ്പർ ചെയ്യും. എന്താണ്? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്താലും എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ, അങ്ങനല്ല. ഈ ദൈവകൃപയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്?
ഒരു ഒരു ദൈവഭക്തിയോടെ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുവാനാണ് ദൈവകൃപ ദൈവം തരുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി ദൈവകൃപ ചെയ്യുന്നുള്ള കാര്യം മറക്കരുത്. ഇറ്റ്സ് നോട്ട് എ പെർമിഷൻ ഫോർ കോംപ്രമൈസ്, അല്ലേ? എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല ദൈവകൃപ. ഇറ്റ് ഈസ് എ പവർ ഫോർ ഹോളിനെസ്. എന്താണ്? ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ശക്തി തരുന്നതാണ് ദൈവകൃപ. എത്ര പേർക്ക് അത് മനസ്സിലായി? അല്ലേ? ദൈവകൃപ നമ്മളെ ഒരു വിശുദ്ധ ജീവിതത്തിന് നമുക്ക് ശക്തി പകരുന്നതാണ് ദൈവകൃപ. നമ്മൾ ദൈവകൃപ അങ്ങനെ എടുക്കുന്നില്ല. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് കൃപ എന്ന് പറഞ്ഞ് അങ്ങോട്ട്, അത് ശരിയാണ്, കൃപയുണ്ട് അവിടെയും. പക്ഷേ എന്നെ വീണ്ടും ആ തെറ്റ് ചെയ്യാതെ എന്നെ ബലപ്പെടുത്തി മുന്നോട്ട് ജയത്തോടെ നടത്തുന്നതും കൂടെയാണ് ദൈവകൃപ. ആ ദൈവകൃപ നിങ്ങൾക്ക് വേണോ വേണ്ടയോ? അതാ വിഷയം. ഇവിടെ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ പറയാം ഈ വിഷയത്തിൽ. എന്താണ്? ഹിഡൻ സിൻസ് ഡിംസ് സ്പിരിച്വൽ ഹിയറിങ്. ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ആത്മീയമായിട്ടുള്ള ഒരു ദൈവശബ്ദം കേൾക്കുവാൻ നമുക്ക് തടസ്സം എന്താണെന്നറിയാമോ? മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ. വേറൊരു വാക്കി പറഞ്ഞാൽ, രഹസ്യ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കത്തില്ല. ഏത് ദൈവത്തിൻ്റെ ശബ്ദം? വഴി ഇതിലേ പൊയ്ക്കൊള്ളുക എന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ നേരിയ ശബ്ദം നമ്മൾ പിന്നെ എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. അവൻ വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം, അല്ലേ? അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ നേരിയ സ്വരം നമ്മൾ പിന്നെ കേൾക്കത്തില്ല. കാര്യം എന്താ? ഞാൻ നിരന്തരം അനുഭവിക്കാതെ പാപത്തിൽ തുടരുകയാണെങ്കിൽ പിന്നെ ദൈവശബ്ദം കേൾക്കത്തില്ല. ദൈവശബ്ദം എന്ന് പറയുമ്പോൾ വിശേഷാൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഇൻപസ്വരം നമ്മൾ പിന്നെ കേൾക്കത്തില്ല. ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കേൾക്കുന്നില്ല എന്നുള്ളെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ. പോയി നിങ്ങളുടെ കേൾവി ശക്തി പരിശോധിക്കണമെന്ന് നമ്മൾ പറയാറില്ലേ? അങ്ങനെ ഇന്ന് നമ്മുടെ കേൾവി ശക്തി പരിശോധിക്കണം. എന്താ പ്രശ്നം? എവിടെയെങ്കിലും ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ? കൺഫെഷൻ റിസ്റ്റോഴ്സ് ക്ലാരിറ്റി. ഞാൻ ഏറ്റുപറയുമെങ്കിൽ എനിക്ക് നല്ല ക്ലാരിറ്റിയോടുകൂടി കേൾക്കാം. ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പം പല ലെൻസ് ഇട്ട് ഇങ്ങനെ, ഇപ്പോഴോ അപ്പോൾ ഒരു ലെൻസ് ഇട്ട് ഇപ്പം നല്ലപോലെ കാണാം, ഇപ്പം നല്ല ക്ലാരിറ്റിയാണ്. ആദ്യത്തേതോ ഇതാണോ നല്ലത്, ഇതാണോ നല്ലത്? അല്ലല്ല, അത് തന്നെയല്ല. ഇപ്പം മനസ്സിലായി, ഇപ്പം നല്ലപോലെ കാണാം. ഇതുപോലെ നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞ് ഉപേക്ഷിക്കുമ്പം നല്ല ക്ലാരിറ്റിയോടുകൂടി കേൾക്കുകയും ചെയ്യാം. പിന്നെ ദൈവവചനം വായിക്കുമ്പോൾ നല്ല ക്ലാരിറ്റിയോടുകൂടി എനിക്ക് കാണാം, അല്ലേ? എവിടെയെങ്കിലും ഒരു മങ്ങൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ എവിടെയോ നമ്മൾ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, പ്രൈഡ് ആൻഡ് സെൽഫ് എക്സൾട്ടേഷൻ. എന്താണ്? അഹങ്കാരം അല്ലെങ്കിൽ നിഗളവും സ്വയമായി നമ്മളെ തന്നെ പുകഴ്ത്തുകയും ചെയ്താൽ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യമാണ്. ആ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കും അവൻ അധികം കൃപ നൽകുന്നു, അല്ലേ? അപ്പം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു നിഗളം, ഒരു അഹങ്കാരം വരുന്നെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കൂടാതെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, അല്ലേ? ദൈവത്തെ കൂടാതെ എനിക്ക് ചെയ്യാൻ കഴിയും. എനിക്ക് ശക്തി തരുന്നത് ദൈവമല്ല, എൻ്റെ ശക്തിയിൽ പറ്റും. പലപ്പോഴും എൻ്റെ സ്വയത്തിൽ ഞാനങ്ങ് ആശ്രയിക്കുകയാണ്, റാദർ ദാൻ സറണ്ടറിങ്. എനിക്ക് ദൈവം മുമ്പാകെ കീഴ്പ്പെടുന്നതിലല്ല, എൻ്റെ സ്വയത്തിലാണ് എനിക്ക് ശക്തി. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ കുഴപ്പം, ഈ റെസിസ്റ്റ് കറക്ഷൻ. ആരെങ്കിലും ഒന്ന് തിരുത്താൻ നോക്കിയാൽ ഞാൻ തിരുത്തത്തില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? താൻ ആരാ എന്നെ തിരുത്താൻ, അല്ലേ? ആര് തിരുത്തിയാലും പിന്നെ നമ്മൾ തിരുത്തലെടുക്കത്തില്ല. അവോയ്ഡ്സ് അക്കൗണ്ടബിലിറ്റി. ആരോടും ഞാൻ ഒരു കണക്ക് ഞാൻ ബോധിപ്പിക്കത്തില്ല. എൻ്റെ അർത്ഥം, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ ഇവിടെയാണ് ശരിക്കും ഞാൻ താഴുമെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഐ ആം ഇൻവൈറ്റിംഗ് ഡിവൈൻ പാർട്ട്ണർഷിപ്പ്. കർത്താവ് എൻ്റെ കൂടെയുണ്ട് ഞാൻ താഴുമെങ്കിൽ. പക്ഷേ ഞാൻ താഴാതെ അഹങ്കാരിയായി നിഗളിച്ച് നടന്നാൽ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഐ എം അലോൺ. ബിക്കോസ് എനിക്ക് എന്നിൽ മാത്രമേ വിശ്വാസമുള്ളൂ. എനിക്ക് കർത്താവില്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യാവുന്നൊരു കാര്യത്തിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 15:5 യേശു പറഞ്ഞൊരു സിമ്പിൾ വാക്യമുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. വിത്തൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല.
ബ്രോക്കൺനെസ്, അതാണ് നമുക്കിത് വേണ്ടിയത്. എന്താണ്? തകർച്ച. പക്ഷെ ഇത് ആരുടെ മുമ്പിലാണ് തകരണ്ടേന്നറിയാമോ? ദൈവമുമ്പാകെ പോയി അങ്ങ്, അല്ലേ, നമ്മുടെ ഹൃദയം അങ്ങ് പൊട്ടിത്തകരട്ടെ. പക്ഷെ ആരുടെ മുമ്പിലേ പോയി തകർക്കാവൂ? ദൈവത്തിൻ്റെ മുമ്പിലാണ്. ആ സ്ത്രീ ഒരു ഭരണി തൈലം കൊണ്ടുവന്ന് എവിടെ പൊട്ടിച്ചു? സ്വച്ഛ ജഡമാംസി തൈലം എവിടെ കൊണ്ട് പൊട്ടിച്ചു? യേശുവിൻ്റെ മുന്നിലാണ്, അല്ലേ. ഇന്ന് ഞാൻ സത്യം പറയട്ടെ, ഇന്ന് നമുക്കൊരു കുഴപ്പമുണ്ട്. നമ്മുടെ ഹൃദയം പോയി തകരുന്നത് ദൈവം പാകയല്ല, പലപ്പോഴും മനുഷ്യൻ്റെ മുമ്പാകെ. മനുഷ്യനൊന്ന് കേട്ടിരുന്നെങ്കിൽ, അല്ലേ, എൻ്റെ കേസൊന്ന് കേട്ടിട്ട് പറ, എൻ്റെ ഭാഗത്തല്ലേ ന്യായം. ഇതാണ് എല്ലാവർക്കും കേൾക്കേണ്ടത്. ഇതെന്തിനാ അവിടെ ഇവിടെയും ചെന്ന് പറയുന്നത്, അല്ലേ? ആരും നിങ്ങൾക്ക് ന്യായവും നീതിയും തരത്തില്ല പ്രിയപ്പെട്ടവരെ. ദൈവസന്നിധിയിൽ പോയി ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നമ്മൾ എത്ര തകർന്ന് നുറുങ്ങി ചെന്ന് മനുഷ്യരോട് സംസാരിച്ച് നോക്കിയേ, അവർ നമ്മളെ നിരസിച്ച് കളയും. അവരിങ്ങനെ കേൾക്കുന്ന പോലൊക്കെ അഭിനയിക്കും, നമ്മളങ്ങോട്ട് മാറുമ്പോൾ ചിരിക്കും. അയ്യേ, ആലോചിച്ച് നോക്കി, എന്തിനാ പോയി അവരുടെ മുമ്പിൽ പോയി ഇതൊക്കെ തുറക്കുന്നത്, അല്ലേ? ദയവായി മനുഷ്യരുടെ മുമ്പിൽ പോയി സങ്കടങ്ങൾ പറയുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇന്നൊരു ഉപകാരം ചെയ്തേക്കണം, അതങ്ങ് നിർത്തിയേക്കണം, അല്ലേ? മനുഷ്യരുടെ മുമ്പിൽ പോയി നമ്മുടെ കഷ്ടങ്ങൾ പറയരുത്. ആ തകർന്നത് ദൈവസന്നിധിയിൽ പോയി തകരുക, അല്ലേ? കർത്താവ് അവിടെ ഒരു പരിഹാരം അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. 51-ാം സങ്കീർത്തനം 17-ാം വാക്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ്? അവൻ ഉപേക്ഷിക്കാത്തത്, നിരസിക്കാത്തത്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന. ഇതിനകത്തൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിളുണ്ട്. എന്താണെന്നറിയാമോ? ഗ്രേസ് ഫ്ലോസ് ഡൗൺവേർഡ്. കൃപ എപ്പോഴും താഴേക്കേ ഒഴുകത്തുള്ളൂ. ഓൾവേസ് ടുവേർഡ് ഹ്യൂമിലിറ്റി. എങ്ങോട്ടാണ് ഒഴുകുന്നത്? താഴ്മയുള്ളിടത്തേക്ക് എന്തൊഴുകി വരും? കൃപ ഒഴുകി വരും. അപ്പം താഴുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളങ്ങ് താഴുക എന്നാണ്. ഇപ്പം നമ്മുടെ പ്രശ്നം എന്താണ്? അങ്ങ് പൊങ്ങിയിരിക്കുക. ഞാൻ പിടിച്ച മുയലിന് ഇരുന്നു, അല്ലേ? താഴോട്ട് ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞ് അവിടെ കയറി ഇരിക്കുകയാണെങ്കിൽ ഈ കൃപ ഒഴുകി അങ്ങോട്ട് കയറി വരത്തില്ല. ഈ കൃപ താഴോട്ടേ ഒഴുകത്തുള്ളൂ. എങ്ങോട്ടേ ഒഴുകത്തുള്ളൂ? താഴ്മയുള്ളിടത്തോട്ടേ ഒഴുകത്തുള്ളൂ. ഇതുകൊണ്ടല്ലേ മലയാളത്തിൽ നമ്മുടെ പിതാക്കന്മാരൊക്കെ പറഞ്ഞത് എന്താണ്? താണ നിലത്തെ നീരല്ല, ഇവിടെ കൃപയാണ് ഓടുന്നത്. മലയാളം ഭാഷയിൽ താണ നിലത്തെ നീരോടും. പക്ഷെ ബൈബിൾ പ്രകാരം താഴ്മയുള്ളിടത്തേക്കേ ദൈവകൃപ ഒഴുകി വരത്തുള്ളൂ. ഇന്ന് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാമോ? എൻ്റെ ജീവിതത്തിൽ താഴ്മയുണ്ടോ? എങ്കിൽ ഗ്യാരണ്ടി എന്താണ്? ദൈവകൃപ എന്നിലേക്ക് ഒഴുകി വരും. ദൈവകൃപ എന്നിലേക്ക് ഒഴുകി വരും, അല്ലേ? നമുക്ക് ദൈവകൃപയല്ലേ ആവശ്യം പ്രിയപ്പെട്ടവരെ? ദൈവകൃപയല്ലേ നമുക്ക് ആവശ്യം? അടുത്തത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ദൈവത്തോടുള്ള സഹിത്വം, ഇൻറ്റിമസി വിത്ത് ഗോഡ്, ദൈവത്തോടുള്ള അടുപ്പം. അതിനെ നിഗ്ലക്റ്റ് ചെയ്ത, അതങ്ങ് അലക്ഷ്യമാക്കി, എനിക്കിപ്പം ദൈവം എൻ്റെ അടുത്തുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ദൈവത്തോട് ഞാൻ അടുത്ത് നിന്ന് സംസാരിക്കുന്നോ, അതൊന്നുമല്ല എൻ്റെ വിഷയം. യെരമ്യാവ് 29-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, ജെറമയ 29:13, യെരമ്യാവ് 29:13, നീ മുഴു ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നീ എന്നെ കണ്ടെത്തും. അതിൻ്റെ അർത്ഥം പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെയാണോ നമ്മൾ അന്വേഷിക്കുന്നത്? നമ്മൾ ഉഴപ്പി ഒതുക്കത്തിലൊരു പ്രാർത്ഥനയും ഒതുക്കത്തിലൊരു പരിപാടി ഒപ്പിച്ചങ്ങ് പോവും. അല്ല, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ടെത്തും. അപ്പം ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞത്, ഹൗ ഡസ് റിലേഷൻഷിപ്പ് ത്രൈവ്? ഓൺ അറ്റൻഷൻ. അന്യോന്യം നമ്മൾ അറ്റൻഷൻ കൊടുക്കണം, അല്ലേ? നമ്മൾ സമയം ചെലവഴിക്കണം. അപ്പം ഇവിടെയാണ് ദൈവമായിട്ടുള്ള സംസർഗം, കമ്മ്യൂണിയൻ എന്ന് പറയും, അല്ലേ? ഈ സ്പിരിച്വൽ സ്ട്രെങ്ത് ഈസ് സസ്റ്റെയിൻഡ് ത്രൂ കമ്മ്യൂണിയൻ. ആത്മീയ ബലം നമുക്ക് ഉണ്ടാകണമെങ്കിലും അത് നിലനിർത്തണമെങ്കിലും എന്തു വേണം? ബന്ധം വേണം, കൂട്ടായ്മ വേണം, അല്ലേ? ആ കൂട്ടായ്മ എന്ന് പറഞ്ഞത്, 1 ദൈവവചനത്തിൻ്റെ കൂട്ടായ്മ, 2 പ്രെയർ, പ്രാർത്ഥനയുടെ കൂട്ടായ്മ, 3 ദൈവത്തെ ആരാധിക്കുന്നതിലൂടെയുള്ള കൂട്ടായ്മ, 4 നമുക്ക് ആ കൂടെ അറിയാവുന്ന കൂട്ടായ്മ എന്താണ്? ഞങ്ങളുടെ ക്ലസ്റ്ററിൽ വരണം കേട്ടോ, ഞങ്ങൾ 4 കുടുംബമേ ഉള്ളൂ, പക്ഷേ ഞങ്ങൾ 4 കുടുംബം ഇങ്ങനെ ചക്കരയും പൊന്നും പോലെ. ഈ കൂട്ടായ്മയല്ല കേട്ടോ. ഈ ചക്കരയും പൊന്നും ഇരിക്കുന്ന നാളെ തെറിയും വിളിച്ചുകൊണ്ട് പോകും.
നമ്മൾ ഈ നല്ല ഉദ്ദേശത്തിൽ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം അവസാനം പോയി നിൽക്കുന്നത് ഇങ്ങനെയാണ് പല, അല്ലേ? നാലാമത്തെ കാര്യം എന്താണെന്നറിയാം? വേർഡ്, പ്രേയർ, വർഷിപ്പ് ആൻഡ് ഒബീഡിയൻസ്. എന്താണ്? അനുസരണം. അനുസരണം. ദൈവത്തെ എത്രത്തോളം അനുസരിക്കുമോ അത്രത്തോളം എനിക്ക് ദൈവത്തോട് സഹിത്വമുണ്ട്. ഐ വിൽ ബി ഇൻറ്റിമേറ്റ് വിത്ത് ഗോഡ് ആസ് ലോങ് ആസ് ഐ ഒബേ ഗോഡ്. ആലോചിക്കുക, നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നില്ല, നിങ്ങളുടെ മുഖത്ത് പോലും നോക്കുന്നില്ല, എന്തും അടുപ്പമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുമായിട്ടുള്ള? ഭാര്യയും ഭർത്താവും ഒരു കാറിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, ഒരു കസേരയിലാണ് അപ്പുറം ഇരിക്കുന്നത്, പക്ഷേ എത്ര ഇൻറ്റിമസി ഉണ്ടെന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് പറഞ്ഞാൽ മതി. ഇപ്പം ഹൗസ് ഓഫ് പ്രയറി മുറികൾ അലോട്ട് ചെയ്തപ്പം അവിടെ ഒന്നിച്ച് ബെഡിടാം, രണ്ടായിട്ടും ബെഡിടാം. അപ്പം നമ്മൾ വിചാരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും കൂടെ സന്തോഷമായിട്ടൊരു കട്ടിലിൽ വന്ന് കിടക്കുമെന്ന്. അപ്പോൾ അമ്മച്ചി പറഞ്ഞിരിക്കുന്ന അയാൾ വേണമെങ്കിൽ അപ്പുറത്തോട്ടങ്ങനെ കട്ടിലിട്ട്, അപ്പം മനസ്സിലായി അല്ലേ? ആലോചിച്ച് നിങ്ങളൊക്കെ ഒരു മുറിയിലാണോ കിടന്ന് ഉറങ്ങുന്നത്? അല്ലേ? ഇടയ്ക്കൊരു അമ്മച്ചി പറഞ്ഞു, ആ കാലമാടൻ്റെ കൂടെ എനിക്ക്. പക്ഷെ ഒന്ന് എനിക്ക് മനസ്സിലാകാത്തത്, ഈ കാലമാടനും ഈ കാലമാടിയും കൂടെ ഒന്നിച്ചൊരു സ്വർഗത്തിലാണ് പോകാനിരിക്കുന്നത്. പക്ഷേ ഞാനിതൊക്കെ അങ്ങ് പച്ചയ്ക്ക് വിളിച്ചു പറയുന്ന കൂട്ടത്തില്ല. ആരെങ്കിലും ഏതെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ദൈവവചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നതിലൂടെയാണ് നമുക്ക് ദൈവമായിട്ട് ഇൻറ്റിമസി. ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ആം ഐ ഇൻറ്റിമേറ്റ് വിത്ത് ഗോഡ്? And there's one thing that makes me intimate with Him, my obedience to the Holy Spirit, my obedience to the Word of God, my obedience to God Himself makes me intimate with Him. എൻ്റെ ദൈവത്തോട് എനിക്ക് അടുപ്പമുണ്ടാകുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ അനുസരിക്കുന്നതിലൂടെയാണ്. ഈ അടുപ്പം കുറയുമ്പം, when intimacy declines, ചില അപകടങ്ങളുണ്ട്. ഒന്ന്, യുവർ ഡിസേൺമെൻറ്റ് ഗെറ്റ്സ് വീക്കെൻഡ്. നിങ്ങളുടെ പിന്നെ ഈ കാര്യങ്ങളെ എന്താണ് വിവേചിച്ചെടുക്കുന്ന ആ ഒരു കൃപ എന്ത് ചെയ്യും? കുറയും. നിങ്ങൾക്ക് കാര്യങ്ങളിപ്പം പഴയ പോലെ വിവേചിച്ചെടുക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഒത്തിരി അബദ്ധങ്ങൾ കാണിക്കും. ദൈവത്തോടുള്ള ഡിസയർ അതങ്ങ് തണുക്കും. ഡിസയർ കൂൾസ്. യുവർ ഫെയ്ത്ത് ബിക്കംസ് വെരി മെക്കാനിക്കൽ. എന്താണ് നിങ്ങളുടെ ഈ വിശ്വാസം എന്നൊക്കെ പറയുന്നത്? വെറും യാന്ത്രികമായിരിക്കും. ഒരു പ്രാർത്ഥന കേട്ടാൽ തന്നെ അറിയാം എന്തായിരിക്കും. ഒരു പ്രാർത്ഥന കേട്ടാൽ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം എന്താണ്. ചിലപ്പം ചില പ്രാർത്ഥന കേട്ടാൽ കർത്താവേ ഞങ്ങൾ, അതായത് വെറും ഒരു മെഷീൻ ഓൺ ചെയ്ത പോലെയാണ് പറയുന്നത്. അതിനകത്ത് വെറും യാന്ത്രികമായ പ്രാർത്ഥനയാണ്. അതിനകത്ത് എന്തില്ല? ഇൻറ്റിമസി ഇല്ല. ഒരിക്കൽ 23-ാം സങ്കീർത്തനം ഒരു സ്റ്റേജിൽ വന്ന ഒരാൾ നല്ല ഭംഗിയായിട്ട് അതൊരു പദ്യരൂപത്തിൽ നല്ല ഈണത്തിൽ അങ്ങോട്ട് ചൊല്ലിക്കേൽപ്പിച്ചു. ഇവിടെ എല്ലാവരും കൂടെ ഈ പറഞ്ഞ പോലെ കൈയടിച്ചു. കൊള്ളാം, നന്നായിട്ട് റെൻഡർ ചെയ്തു 23rd Psalm. അടുത്തൊരു വല്യപ്പൻ വന്ന് അയാൾ വന്നിട്ട് എന്ത് ചെയ്തു? ഈ 23-ാം സങ്കീർത്തനം അയാൾ അങ്ങോട്ട് പറഞ്ഞു. പക്ഷെ അയാൾ ഈണവും ഇല്ലായിരുന്നു, താളവും ഇല്ലായിരുന്നു, പ്രാസവും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അയാൾ അങ്ങോട്ട് വന്ന് പറഞ്ഞപ്പം ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിക്ക് മാത്രമല്ല പലരും പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തു പറ്റിയെന്നറിയാമോ? ദ ഫസ്റ്റ് ഗായ് ന്യൂ ദ സാം, ദ സെക്കൻഡ് ഗായ് ന്യൂ ദ ഷെപ്പേർഡ്. ആദ്യത്തെ അവന് 23-ാം സങ്കീർത്തനം നന്നായിട്ട് പറഞ്ഞു പിടിപ്പിക്കാൻ അറിയാം. പക്ഷെ രണ്ടാമത്തെ വല്യപ്പൻ വന്നിട്ട് ഈ ഇടയനെ ആണ് പറഞ്ഞത്. അത് കേട്ടവർക്ക് മനസ്സിലായി ഈ മനുഷ്യന് ഈ പറയുന്ന ഇടയനുമായിട്ട് ബന്ധമുണ്ടെന്ന്. കാര്യം മനസ്സിലായോ? ഇന്നത്തെ പ്രശ്നം ഈ സങ്കീർത്തനം മാത്രം അറിയാമെങ്കിൽ ദാറ്റ്സ് പ്യുവർ മെക്കാനിക്കൽ. ബട്ട് ഇഫ് യു നോ ദ ഷെപ്പേർഡ്, ദാറ്റ് വിൽ ഷോ ഹൗ മച്ച് ഇൻറ്റിമേറ്റ് ആർ യു വിത്ത് ഗോഡ്. കണ്ണടയ്ക്കാമോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം. അവസാനം ഞാൻ പറഞ്ഞതിന് ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിളുണ്ട്. നിയർനെസ് ടു ഗോഡ് ഈസ് മെയിൻറ്റെയിൻഡ്, നോട്ട് അസ്യൂംഡ്. ദൈവത്തോട് അടുപ്പമുണ്ടെന്ന് പറയുന്നത് അത് അസംഷനല്ല, അത് തോന്നലല്ല. അതെന്ത് ചെയ്യണം? ഞാൻ ബോധപൂർവം അടുത്തിരിക്കണം. ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്ന്
ഊഹിച്ചുകൊണ്ടിരുന്നാൽ പോരാ, അടുത്തിരിക്കണം. ദൈവം എൻ്റെ അരികിലുണ്ട്, അവൻ എൻ്റെ വലതുഭാഗത്തുണ്ട്, ഞാൻ കുലുങ്ങിപ്പോവുകയില്ല, അവൻ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, അല്ലേ എന്നൊക്കെ പറയണമെങ്കിൽ ആ ബോധ്യം നിങ്ങൾക്ക് വേണം. അതൊരു തോന്നലല്ല, അതൊരു ഊഹമല്ല, അത് യാഥാർത്ഥ്യമായിരിക്കണം. ഇന്നെല്ലാവരും ചേർന്ന് ശബ്ദോയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എനിക്ക് ഇന്ന് കേട്ടതുപോലെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും മേഖല എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവേ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഏറ്റുപറയുന്നപ്പാ, ഞാൻ ഏറ്റുപറയുന്നു, എന്നോട് ക്ഷമിക്കണമേ. വായി തുറന്ന് എല്ലാവരും, ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും, നിങ്ങൾ ഇരിപ്പിലിരുന്നുകൊണ്ട് ഒന്ന് ദൈവത്തോടൊന്ന് ഏറ്റുപറഞ്ഞാട്ടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വചനത്തിലൂടെ ഞാൻ കേട്ട ഏതെല്ലാം കാര്യം എന്നെ ബാധിക്കുന്നതുണ്ടോ ആ വിഷയത്തിലെല്ലാം ഞാൻ കർത്താവെ അനുദപിച്ച് മാനസാന്തരപ്പെടുന്നപ്പാ, എന്നോട് ക്ഷമിക്കണമേ കർത്താവെ. ഇന്ന് കേട്ട വചനപ്രകാരം ജീവിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ വചനം കേട്ട് വീണ്ടും ഞങ്ങളെ തന്നെ ചതിക്കാതെ ഈ വചനം അനുസരിക്കുവാനുള്ള കൃപ തരണമേ. ഇന്ന് ഞങ്ങൾ വായിച്ചല്ലോ, ദൈവകൃപ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് കർത്താവെ, ഞങ്ങളെ ശിക്ഷിച്ചു വളർത്തുന്നു കർത്താവെ, ദൈവഭയത്തിലും ദൈവഭക്തിയിലും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ ശിക്ഷണത്തിലൂടെയും കർത്താവെ കൃപയുടെ ശിക്ഷണത്തിലൂടെയും കൂടെ ആണല്ലോ. അതുകൊണ്ട് കർത്താവെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ കർത്താവെ, വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ബോധ്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് ഭയത്തോടെ, ദൈവഭയത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഏവർക്കും കൃപ ചെയ്യണമേ. പ്രാർത്ഥന കേട്ടിരിക്കാല സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.